മന്ത്രി, ഞാൻ നീട്ടുന്നില്ല. കേരള ഹൈക്കോടതി ഇന്ന് വയനാട് ദുരിതാശ്വാസ പ്രശ്നത്തിൽ നിർണായകമായ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. 3 ആഴ്ചക്കകം കേന്ദ്രം അതിൻ്റെ നിലപാട് ദുരിതാശ്വാസ കാര്യത്തിൽ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിർണായകമായ ഒരു ഇടപെടലായി മാറുകയാണ്. എങ്ങനെയാണ് ഈ കോടതിയുടെ ഈ ആവശ്യപ്പെടലിനോട് കേരളം പ്രതികരിക്കുക? മിനിസ്റ്റർ, കേരളം സുമോമോട്ടോ കേരളത്തിൻ്റെ കോടതി നടത്തിയിട്ടുള്ള ഇടപെടലിൽ കേരളത്തിൻ്റെ മെമ്മോറാണ്ടം കണ്ടു. കോടതി അമിക്കസ് ക്യൂറികളോട് അത് പരിശോധിക്കാൻ പറഞ്ഞു. അമിക്കസ് ക്യൂറികൾ അത് പരിശോധിച്ച് മുന്നോട്ട് വെച്ചപ്പോൾ പ്രാഥമികമായി ഗുണകരമായത് വിലയിരുത്തിയ കോടതി 6 മാസത്തെ സമയമാണ് നൽകിയിട്ടുള്ളത്. 6 മാസക്കാലത്തെ സമയപരിധിക്കുള്ളിൽ ഒരു നീക്കവും നടത്തപ്പെട്ടിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് 3 ആഴ്ചയ്ക്കുള്ളിൽ, ഇനി വരുന്ന 3 ആഴ്ചയ്ക്കുള്ളിൽ ആ സഹായം നൽകണം എന്ന് കേന്ദ്രത്തിനോട് കോടതി കൂടി അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, STRFൻ്റെ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള ചെറിയ സംഖ്യയല്ല. ചൂരൽമലയെ സമ്പൂർണ്ണമായി പുനഃസൃഷ്ടിക്കാൻ ആവശ്യമായ കേവലം വീടും അല്ലെങ്കിൽ പറമ്പും അല്ലെങ്കിൽ ഭൂമിയും കൊടുക്കുക എന്നല്ല ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. എന്തെല്ലാമാണോ ഇവിടെ നഷ്ടപ്പെട്ടത്, മരണപ്പെട്ടവരെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതൊഴിച്ചാൽ അവരുടെ ജോലി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തുടർ പഠനം, അവരുടെ മുന്നോട്ട് പോക്ക്, കൂലിവേല, കൃഷി, മൃഗസംരക്ഷണം ഉൾപ്പെടെ ഈ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് ചൂരൽമലയിലെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ സൗകര്യങ്ങളിലേക്കും അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ കേരളം വളരെ പ്രതീക്ഷയോടെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കാത്തിരിക്കുന്നത്. അത് STRF മാനദണ്ഡ പ്രകാരമല്ല, കേരളത്തിന് ലഭ്യമാകേണ്ട പ്രത്യേക പാക്കേജായി അതിനെ കാണണം. മറ്റു സംസ്ഥാനങ്ങൾക്ക് നിർലോഭമായി അത് വിതരണം ചെയ്തപ്പോൾ കേരളത്തിൻ്റെ ഈ ദുരന്തം വേണ്ടതുപോലെ കാണാൻ തയ്യാറായില്ല എന്ന പരാതിയാണ് ഇന്ന് നിയമസഭയിൽ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഉന്നയിച്ചത് എന്ന കാര്യവും ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മിനിസ്റ്റർ, കേരളം വീണ്ടും വീണ്ടും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും കേന്ദ്രം സഹായം തരാതിരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ കേന്ദ്രം ഔദ്യോഗികമായി എന്തുകൊണ്ട് സഹായം തരുന്നില്ല എന്ന് പറയുന്നില്ലെങ്കിലും കേന്ദ്ര നേതാക്കൾ പലരും വിശദീകരിക്കുന്നത് കേരളം ആവശ്യം വേണ്ടതുപോലെ ഉന്നയിച്ചിട്ടില്ല, ക്രമപ്രകാരം ഉന്നയിച്ചിട്ടില്ല, സമഗ്രമായി ഉന്നയിച്ചിട്ടില്ല എന്ന കാര്യമാണ്. കേന്ദ്രത്തെ കേരളം സമീപിച്ച രീതി എങ്ങനെയാണ്? അത് മാനദണ്ഡങ്ങൾ അനുസരിച്ച് മതിയായ ഒരു രീതിയിൽ തന്നെയാണോ? ആട്ടിൻകുട്ടിയെ കണ്ട ചെന്നായുടെ ന്യായം പോലെ ആയി കേന്ദ്രത്തിൻ്റെ ന്യായം മാറുന്നുണ്ടോ? മിനിസ്റ്റർ, ഇതിനേക്കാൾ കുറഞ്ഞ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ പോലും 3 സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും വലിയ വിധത്തിലുള്ള സഹായം പ്രഖ്യാപിച്ചിട്ടും കേരളത്തിലെ ദുരന്തത്തിൻ്റെ ഭാഗമായി ലഭ്യമാകുന്ന സഹായങ്ങൾ പ്രഖ്യാപിച്ചില്ല എന്നുള്ളത് തികച്ചും പ്രയാസകരമായ ഒരു കാര്യമാണ്. പണം നൽകിയില്ലെന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകളും ഇതിനകം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിച്ച ആദ്യത്തെ കാര്യം, ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ദുരന്തമായി സർക്കാർ കാണുന്നു? സാധാരണ നിലയിൽ ദുരന്ത നിവാരണ വകുപ്പ് അനുസരിച്ച് L0, L1, L2, L3 4 വിഭാഗത്തിൽ ദുരന്തത്തെ തിരിക്കാം. ഒരു ദേശീയ ദുരന്തത്തിൻ്റെ തലത്തിലേക്ക് അതിനെ തിരിക്കണമെങ്കിൽ L3യിൽ പറയപ്പെടും പ്രകാരം ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം എന്ന് കേന്ദ്രത്തിനോട് കേരളം അഭ്യർത്ഥിച്ചിരുന്നു. ആ കാര്യത്തിൽ ഇപ്പോഴും ഏത് വിഭാഗത്തിലാണ് കേരളത്തിലെ ദുരന്തം എന്ന് പ്രഖ്യാപിക്കാനായില്ല. അതിനൊരു പണവും ചെലവ് വരുന്ന കാര്യമല്ല. ദുരന്ത നിവാരണ വകുപ്പിലെ സെക്ഷൻ 13 പ്രകാരം ഇത്തരം ദേശസാൽകൃത ബാങ്കുകളിൽ ഇത്തരം മേഖലകളിലുണ്ടായ ദുരന്തബാധിതരുടെ കടങ്ങൾ പൂർണ്ണമായും മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും ആ കടങ്ങൾ നിലനിൽക്കെ തന്നെ പുതിയ ജീവനോപാധികൾക്ക് വേണ്ടിയിട്ടുള്ള ലോൺ നൽകാനും ആവശ്യമായിട്ടുള്ള നിയമപരമായ സാധ്യത ഉപയോഗിക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട നിലപാടുകളും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. സാധാരണ നിലയിൽ സമാശ്വാസ തൊഴിലെന്ന വിധത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊടുക്കും പ്രകാരം 300 രൂപ വെച്ചൊരു കുടുംബത്തിലെ മുതിർന്ന 2 പേർക്ക് കൊടുക്കുന്ന സഹായം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് പ്രഖ്യാപിക്കാനാകുന്നത് കേവലം 1 മാസത്തേക്കാണ്. എന്നാൽ 3 മാസത്തേക്കെങ്കിലും ആ സഹായം വേണം, NDMAക്ക് അങ്ങനെ നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട് എന്നത് കാണിച്ചും ഈ മെമ്മോറാണ്ടത്തിൽ സമർപ്പിക്കപ്പെട്ട ആവശ്യത്തിനും ഒരു മറുപടി ഉണ്ടായില്ല. കേരളം പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ നിന്നോ പൂർണ്ണമായിട്ടും പ്രതീക്ഷയിൽ നിന്നോ കൈവിട്ടു പോയിട്ടില്ല. പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം. പ്രധാനമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറഞ്ഞ വാക്ക് പെട്ടെന്ന് പ്രാവർത്തികമാക്കുമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ ഇത്ര നേരമായിട്ടും അതിനകത്തൊരു നിലപാടുണ്ടായില്ല എന്നുള്ളതിൽ നിയമസഭയ്ക്കകത്ത് പക്ഷഭേദമില്ലാത്ത ആളുകൾ എല്ലാം ഈ ദുരന്തത്തിൻ്റെ അടിയന്തര സാഹചര്യത്തിലും
ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന അനുശോചന വേളയിലും പ്രകടിപ്പിക്കപ്പെട്ടത് ചൂരൽമലയിലെ മനുഷ്യനെ ഒറ്റപ്പെടുത്താൻ കേരളത്തിനാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മിനിസ്റ്റർ, കേരള നിയമസഭ ഇക്കാര്യത്തിൽ ഇന്ന് ഒറ്റക്കെട്ടായി തന്നെയാണ് നിന്നത്. കേരളത്തിൻ്റെ വികാരം ഒരേ സ്വരത്തിൽ തന്നെയാണ് പ്രതിഫലിച്ചത്. UDF ഈ കാര്യത്തിൽ, കേരളത്തിൻ്റെ ഔപചാരിക പ്രതിപക്ഷമായ UDF ഇക്കാര്യത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും UDFിലെ നേതാക്കൾ പലപ്പോഴും പറയുന്നൊരു കാര്യം, കേരളം പോലും ഇത് വേണ്ടത്ര ആവശ്യപ്പെടുന്നില്ലല്ലോ, കേരളം വേണ്ടതുപോലെ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ പിന്തുണയ്ക്കാം എന്ന ഒരു ധ്വനി കൂടി അതിൻ്റെ കൂടെ അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJP നേതാക്കളാവട്ടെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് കേരളം ഒരു കണക്കും കൊടുത്തിട്ടില്ല. കണക്കെവിടെ? കൊടുത്ത കണക്കെവിടെ? ചോദിച്ച സംഖ്യ എത്രയാണ്? അതിന് ആധാരമായ കണക്കുകൾ എന്തൊക്കെയാണ്? അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കിട്ടും. കേന്ദ്രത്തിൻ്റെ ഓരോ പൈസയും എങ്ങനെ ചെലവിടണം എന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് പണം കൊടുക്കാത്തത് എന്ന സൂചന BJPയുടെ നേതാക്കളും നൽകുന്നുണ്ട്. മന്ത്രിയുടെ പ്രതികരണം. കേരളം കൊടുത്തിട്ട് ഇന്നേ വരെ കൊടുത്തിട്ടുള്ള എല്ലാ മെമ്മോറാണ്ടങ്ങളും 2016 മുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട വെബ്സൈറ്റിലുണ്ട്. 2012-13 അവിടെ തന്നെ കൊടുത്ത 3 മെമ്മോറാണ്ടങ്ങൾ, അതിനെ തുടർന്ന് ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ മെമ്മോറാണ്ടങ്ങളും കൃത്യമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചാണ് ആ സഹായങ്ങൾ നൽകിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, വിമർശനത്തിന് വേണ്ടി കേരളം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചില്ല എന്നാണ് പരാതിയെങ്കിൽ, കേരളീയരായ കേരളത്തെ സ്നേഹിക്കുന്ന അത്തരം മന്ത്രിമാർ അങ്ങനെ എങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഇന്ന കാര്യങ്ങൾ അതിലില്ല എന്ന് പറയാനുള്ള ഒരു ഇടപെടൽ സാധാരണ നിലയിൽ കാണിക്കുമോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും കൃത്യതയോടെ ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ആ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ ഒരു വലിയ വികാരമായിട്ടോ പ്രക്ഷോഭമായിട്ടോ ഇപ്പോൾ കൊണ്ടുവരണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിച്ചില്ല. കാരണം ചൂരൽമല നമ്മുടെ മനസ്സിൽ നീറുന്നൊരു ഓർമ്മയാണ്. ഏതെങ്കിലും വിധത്തിലൊരു ചെറിയ സഹായം പോലും അവർക്ക് ലഭ്യമാകാതിരുന്നുകൂടാ എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അത്രയേ പറയാനാകൂ. കേന്ദ്രം കേരളത്തിന് ആവശ്യമായ പണം അനുവദിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. കേരളത്തിൻ്റെ ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെയാണ് ഉറച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം. അതിലേക്ക് കേന്ദ്രം വന്നേ മതിയാകൂ. അത് കേരളത്തിൻ്റെ അവകാശമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അത് ലഭ്യമായതുമാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ആരോടെങ്കിലുമുള്ള മമതയോ പ്രീണനമോ ഒന്നും നമ്മുടെ ചിന്തകളില്ല. നമുക്ക് മമതയും പ്രീണനവും ഉള്ളത് ചൂരൽമലയിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോടാണ്. എന്തു വന്നാലും അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇന്ന് കേരളം ലോകത്തിനോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ നടപടികളുമായി മുന്നോട്ട് പോകും.